Good morning, students. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഫങ്ഷൻസ് ഓഫ് ഓൺട്രപ്രണേഴ്സ് അല്ലേ. നമ്മൾ ഓൾറെഡി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓൺട്രപ്രണേഴ്സ് കണ്ടതാണ്. ഇനി ഫങ്ഷൻസ്, എന്തൊക്കെ ഡ്യൂട്ടീസ് ഒരു ഓൺട്രപ്രണർക്ക് ചെയ്യാനുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഓർഗനൈസിങ് റിസോഴ്സ് ആണ്. ഓർഗനൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അറേഞ്ച് ചെയ്യുക അല്ലെ. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാനേജ്മെന്റിൽ എന്താണ് ഓർഗനൈസിങ് എന്നുള്ളത്. ഓർഗനൈസിങ് identifying those resources that are required to transform a particular idea into reality. നമുക്കറിയാം ഒരു ഓൺട്രപ്രണർ എന്ന് പറയുന്നത് ഐഡിയ ജനറേറ്റ് ചെയ്യുന്ന പേഴ്സൺസ് ആണ് അല്ലേ. അപ്പോൾ ആ ഒരു ഐഡിയ ജനറേറ്റ് ചെയ്താൽ ആ ഒരു പർട്ടിക്കുലർ ഐഡിയനെ റിയാലിറ്റിയിലോട്ട് ഒരു പ്രോഡക്റ്റ് ആയിട്ടോ സർവീസ് ആയിട്ടോ കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്താവശ്യമാണ്? റിസോഴ്സ് ആവശ്യമാണ്. അപ്പോൾ ആ ഒരു റിസോഴ്സിനെ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? ഒരു ഓൺട്രപ്രണർ ഫംഗ്ഷനാണ്. ദി റിസോഴ്സ് ഇൻക്ലൂഡ് ഹ്യൂമൻ ആൻഡ് നോൺ ഹ്യൂമൻ റിസോഴ്സ്. നമ്മൾ ഈ പറയുന്നതിൽ ഹ്യൂമൻ റിസോഴ്സും ഉണ്ടായിരിക്കും, നോൺ ഹ്യൂമൻ റിസോഴ്സും ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് മെറ്റീരിയൽസ്, ലേബർ, ക്യാപിറ്റൽ, ലാൻഡ് എല്ലാം നിങ്ങൾ എക്കണോമിക്സിൽ പഠിച്ചതാണ് അല്ലേ. നമ്മുടെ ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നത്. അപ്പോൾ ആ ഒരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള ഡ്യൂട്ടി ആരുടേതാണ്? നമ്മുടെ ഓൺട്രപ്രണറുടെ ഡ്യൂട്ടിയാണ് അല്ലെ, ഫങ്ഷനാണ്. സോ ഓർഗനൈസിങ് ചെയ്യുക റിസോഴ്സിനെ. അപ്പോൾ ഓർഗനൈസിങ്, ഇനീഷ്യേറ്റ്, ഐഡന്റിഫൈങ് ദോസ് റിസോഴ്സ് that are required for transforming a particular idea into reality. അതായത് നിങ്ങളിപ്പോൾ ഒരു ഐഡിയ ഉണ്ട്, നിങ്ങൾക്കിപ്പോൾ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സും അറേഞ്ച് ചെയ്യണം, നമ്മുടെ ഓൺട്രപ്രണർ അറേഞ്ച് ചെയ്യണം. സോ ഇറ്റ്സ് എ ഫങ്ഷൻസ് ഓഫ് എ ഓൺട്രപ്രണർ. സെക്കൻഡ് വൺ, ഐഡന്റിഫൈങ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പ്രോസ്പെക്ടസ്. ദെൻ അടുത്തത് എന്താണ്? നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം, തിരിച്ചറിയണം ഓപ്പർച്യൂണിറ്റീസും പ്രോസ്പെക്ടസും. നമ്മുടെ മുൻപിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഏതൊക്കെയാണെന്ന് ഒരു ഓൺട്രപ്രണർ തിരിച്ചറിയണം. അതായത് നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ബിസിനസ്, ഒരു ഷോപ്പ് തുടങ്ങാൻ പോകുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിൽ ഉണ്ട്. അതായത് ആ ഒരു ചെറിയൊരു ഷോപ്പാണെങ്കിലും എങ്ങനെയാണ് നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തൊക്കെ ഫീൽഡിൽ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് നമുക്കത് ചെയ്യാൻ കഴിയും എന്നുള്ളത്. അല്ലാണ്ട് പെട്ടെന്ന് പോയിട്ട് നമ്മളൊരു ഷോപ്പ് തുടങ്ങി എന്താവില്ല, സക്സസ് ആവില്ല. അപ്പം അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റികളുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും, വലിയ ബിസിനസ് ആണെങ്കിലും ചെറിയ ബിസിനസ് ആണെങ്കിലും എന്താണ് ഒരു ഓൺട്രപ്രണർ എന്ത് ചെയ്യണം? എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസുകൾ അയാളുടെ ഫ്രണ്ടിൽ ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ചിലപ്പോൾ എന്തായിരിക്കും, നമ്മൾക്ക് സാധനങ്ങൾ വാങ്ങി നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് സെയിൽ ചെയ്താൽ കുറച്ചുകൂടെ സക്സസ് ആയിരിക്കും. ചില സാധനങ്ങൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നഷ്ടത്തിലോട്ട് പോവാം അല്ലേ. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്താൽ മതി, അത് അതിനും വില കുറച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്തത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് നമുക്ക് കിട്ടും. അതിനെ എടുത്തിട്ട് നമുക്ക് സെയിൽ ചെയ്താൽ പ്രോഫിറ്റബിൾ ആയിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ എപ്പോഴും ഓപ്പർച്യൂണിറ്റി എന്തൊക്കെയുണ്ടെന്ന് ഐഡന്റിഫൈ. ഓൺട്രപ്രണർഷിപ്പ് റിസർച്ച് ദോസ് ആക്ടിവിറ്റീസ് വാല്യൂ ദാറ്റ് ഹാവ് ആൻ എക്കണോമിക് ആൻഡ് സോഷ്യൽ കോൺട്രിബ്യൂഷൻ. അതാണ് നമ്മൾ പറഞ്ഞ് ഏറ്റവും കൂടുതൽ സോഷ്യൽ കോൺട്രിബ്യൂഷനും എക്കണോമിക് കോൺട്രിബ്യൂഷനും ഉള്ള ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പർച്യൂണിറ്റീനെ തിരിച്ചറിയാം. അതായത് നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കും, ഒരു മിഷൻ ഉണ്ടായിരിക്കും, വിഷനൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. എല്ലാവർക്കും ഒരു ഗോൾ ഉണ്ടായിരിക്കും, ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈവൻ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് തിരിച്ചറിയണം. അപ്പോൾ അതിനുള്ള എന്തൊക്കെ നമ്മുടെ ഫ്രണ്ടിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന്. ടു ഐഡന്റിഫൈ ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദി സോഷ്യോ എക്കണോമിക് എറണ വിച്ച് ഹാവ് ഗോട്ട് പ്രോഫിറ്റബിൾ പ്രോസ്പെക്ടസ്. നമ്മുടെ മുന്നിലുള്ള സോഷ്യോ എക്കണോമിക് എറയാണ്, ഇപ്പോഴത്തെ ഈ ഒരു സോഷ്യോ എക്കണോമിക് ഇറയിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ദാറ്റ്സ് എ ഫങ്ഷൻസ്. അല്ലാണ്ട് നമ്മൾ ഓപ്പർച്യൂണിറ്റി ഒന്നും ഐഡന്റിഫൈ ചെയ്യാണ്ട് പോയിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഫെയിലിയർ ആവും. നമുക്കറിയാം ഏത് ഏരിയയിൽ ബിസിനസ് തുടങ്ങണം അല്ലെ. ചില ഏരിയയിൽ തുടങ്ങിയാൽ സക്സസ് ആവില്ല, ചില ഏരിയയിൽ തുടങ്ങിയാൽ സക്സസ് ആവും. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, അതാണ് സെക്കൻഡ് പോയിന്റ്, ഐഡന്റിഫൈങ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പ്രോസ്പെക്ടസ്. ദെൻ തേർഡ് വൺ,
റിസ്ക് ടേക്കിംഗ്. നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റിസ്ക് ടേക്കിംഗ് ആണ്. ഓൺടർപ്രണർ ടേക്സ് ദി റിസ്ക് ഫോർ എ ന്യൂ വെഞ്ചർ. നമുക്കറിയാം നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പം അതിൻ്റെ അകത്ത് എന്തുണ്ടായിരിക്കും, റിസ്ക് ഉണ്ടായിരിക്കും അല്ലേ. റിട്ടേൺ കിട്ടണമെങ്കിൽ റിസ്ക് ഓട്ടോമാറ്റിക്കായിട്ടും ഉണ്ടായിരിക്കും. സോ ഓരോ ഓൺടർപ്രണർ ആയിട്ട് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും റിസ്ക് ഉണ്ടായിരിക്കും. ഫോർ ഇന്നോവേറ്റീവ് ആക്ഷൻസ് ഇൻ ദി ഫീൽഡ് ഓഫ് പ്രൊഡക്ഷൻ ടെക്നോളജി ഫോർ ന്യൂ പ്രോഡക്റ്റ് ഓർ എ വോളറ്റൈൽ മാർക്കറ്റ് ആൻഡ് ന്യൂ റോ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ദി പ്രൊഡക്ഷൻ. നമുക്കറിയാം നമ്മൾ ചില സമയത്ത് പുതിയ ടെക്നോളജീസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്, പുതിയ റോ മെറ്റീരിയൽസ് ആയിരിക്കും ഉപയോഗിക്കുന്നത് ഫോർ എ പ്രൊഡക്ഷൻ പർപ്പസ്. അതൊക്കെ എന്തായിരിക്കും, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഫ്രണ്ടിൽ എന്തുണ്ടായിരിക്കും, റിസ്ക് ഉണ്ടായിരിക്കും അല്ലെ. നിങ്ങൾക്കറിയാം നിങ്ങളിപ്പോൾ ഒരു പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ എന്താണ്, ഓട്ടോമാറ്റിക്കായിട്ടും അവിടെ ഒരു റിസ്ക് ഉണ്ടായിരിക്കും. നിങ്ങൾ ആ റിസ്ക് എടുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്നത്. അതുപോലെ ന്യൂ റോ മെറ്റീരിയൽ അല്ലെ. ചില സമയത്ത് നമുക്കറിയാം ചില പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത സാധനങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കാറുണ്ട്, സക്സസ് ആവാറുണ്ട്. അതൊക്കെ എന്താണ്, അയാൾ ആ ഒരു റിസ്ക് എടുക്കാൻ റെഡി ആയതുകൊണ്ടാണ് ആ ഒരു സക്സസ്സിലോട്ട് എത്തുന്നത്. സോ റിസ്ക് ടേക്കിംഗ് is another point for functions of a entrepreneur. Then decision making നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡിസിഷൻ മേക്കിംഗ് അല്ലെ. ഒരു ഓൺടർപ്രണർ ദേ മസ്റ്റ് ഹാവ് ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ടായിരിക്കണം അല്ലെ. നമുക്കറിയാം ചില സമയത്ത് നമുക്ക് ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി പവർ എത്രത്തോളം ഉണ്ട് അതനുസരിച്ചായിരിക്കും സക്സസ്. ചില സമയത്ത് നമുക്ക് പെട്ടെന്ന് ഡിസിഷൻ എടുക്കേണ്ടത്, ചില സമയത്ത് മാത്രമേ നമുക്ക് മറ്റുള്ളവരോട് ആലോചിച്ചതിന് ശേഷം ഡിസിഷൻ എടുക്കാനുള്ള ടൈം കിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു ഡിസിഷൻ മേക്കിംഗ് പവർ, നമുക്ക് നമ്മുടെ ഫ്രണ്ടിലുള്ള നമ്മുടെ റോൾ മോഡൽസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഈ ബിസിനസ് ഫീൽഡിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലുള്ള സക്സസ് ആയിട്ടുള്ള ബിസിനസ് ഓൺടർപ്രണേഴ്സിനെ നമ്മുടെ കമ്പനീസിൻ്റെ കോർപ്പറേറ്റ് ഓർഗനൈസേഷൻ്റെ ഒക്കെ തലപ്പത്തുള്ളവരുടെ ഡിസിഷൻ മേക്കിംഗ് പവറാണ് അവരെ അവിടെ ഇരുത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് സക്സസ് ആകുന്നത്. വി നോ ദി ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ആൻഡ് ഓൺടർപ്രണർഷിപ്പ് മേക്ക് സക്സസ് ഗോ ത്രൂ ദിസ് പ്രോസസ്. ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ കൂടിയാണ് ഒരു ഓൺടർപ്രണർഷിപ്പ് എന്താകുന്നത്, സക്സസ് ആണ്. ഓൺടർപ്രണർഷിപ്പ് ഹാസ് ടു ഡിസൈഡ് അപ്പോൺ എക്യുപ്മെന്റ്. നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ മെഷീനറീസ് വേണം അതിനെക്കുറിച്ചുള്ള ഡിസിഷൻ, ക്വാളിറ്റി, പ്രൈസ്, വേരിയേഷൻ, ഡെഫിഷ്യൻസി, ക്യാപിറ്റൽ സ്ട്രക്ചർ, ഫീസിബിലിറ്റി ഓഫ് ദി പ്രോജക്റ്റ്, ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, ഫിലോസഫി ഓഫ് മാൻ, എവറിത്തിങ് എല്ലാത്തിനെ കുറിച്ച് നമുക്കൊരു A to Z എന്ത് വേണം, ഡിസിഷൻ മേക്കിംഗ് വേണം അല്ലെ. എന്നാൽ മാത്രമാണ് സക്സസ് ആവുള്ളൂ. സോ വൺ ഓഫ് ദി important and most important function is a decision making power. Decision making is next ടെക്നോളജി ട്രാൻസ്ഫർ ആൻഡ് അഡാപ്റ്റേഷൻ. നമുക്ക് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാനും അഡാപ്റ്റ് ചെയ്യാനും ഉള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ഓൺടർപ്രണേഴ്സ് ത്രൂ ഔട്ട് ദി വേൾഡ് ബ്രിങ് ഇൻവെന്റഡ് ടെക്നോളജി ഫ്രം ഡിഫറെൻറ്റ് കമേഴ്സ് of the world and make it appropriate by making required adjustment for local conditions. നമുക്ക് ടെക്നോളജി ട്രാൻസ്ഫർ ആൻഡ് അഡാപ്റ്റേഷൻ അല്ലെ. ടെക്നോളജി നമ്മൾ നോർമലി എന്ത് ചെയ്യും, വഹിക്കും. പല വേൾഡിൻ്റെ ഉണ്ടായിരിക്കും ടെക്നോളജി നമ്മൾ വഹിക്കുന്നത്, ബ്രിങ് ചെയ്യുന്നുണ്ടായിരിക്കും, കൊണ്ടുവരുന്നുണ്ടായിരിക്കും കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ടെക്നോളജി. പക്ഷെ നമ്മൾ അതിന് എന്ത് ചെയ്യണം, അഡ്ജസ്റ്റഡ് ടു ദി ലോക്കൽ കണ്ടീഷൻ, നമ്മുടെ ലോക്കൽ കണ്ടീഷന് പറ്റുന്ന രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ. അതാണ് ട്രാൻസ്ഫർ ചെയ്തും അത് അഡാപ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ഓൺടർപ്രണർഷിപ്പ് ത്രൂ ഔട്ട് ദി വേൾഡ് ബ്രിങ്ങിങ് ഇൻവെന്റഡ് ടെക്നോളജി ഫ്രം ഡിഫറെൻറ്റ് കമേഴ്സ് of the world and make it appropriate by making required adjustment for local conditions. നമുക്കറിയാം നമ്മൾ ടെക്നോളജി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അതേപടി നമ്മുടെ കമ്പനിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് അല്ലെങ്കിൽ നമ്മുടെ ഏരിയയിൽ അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ട് വേണമായിരിക്കും അഡോപ്റ്റ് ചെയ്യാൻ. അപ്പോൾ ആ രീതിയിൽ വേണം അഡോപ്റ്റ് ചെയ്യാനായിട്ട്. The next one, innovation. A entrepreneurship innovate new production process or a technology, market sources, new raw materials, management strategy, techniques, investment opportunities, everything. Innovation, പുതിയ കണ്ടുപിടുത്തങ്ങൾ വേണം. entrepreneurship innovate, കണ്ടുപിടിക്കണം. ന്യൂ പ്രോഡക്റ്റ്, പുതിയ പ്രോഡക്റ്റും ഐഡിയാസും ടെക്നോളജീസും റോ മെറ്റീരിയൽസും മാനേജ്മെൻറ്റും സ്ട്രാറ്റജിയും എവറിത്തിങ് നമ്മൾ എന്ത് ചെയ്യണം, മാനേജ്മെൻറ്റ് ടെക്നിക്സുകളൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. എന്തിൽ എന്നാൽ മാത്രമാണ് നമ്മൾ സക്സസ് ആവുള്ളൂ അല്ലേ. എല്ലാവരും ഒരേ കണക്കത്തെ ബിസിനസ് ചെയ്താൽ സക്സസ് ആവുമോ, ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഇന്നൊവേഷൻ വേണം, പുതിയ കണ്ടുപിടുത്തങ്ങൾ വേണം. അപ്പോൾ മാത്രമാണ് നമുക്ക് പുതിയ ടെക്നോളജി വരികയും പുതിയ പ്രോഡക്റ്റുകളും സർവീസുകളും മാർക്കറ്റിലെത്തുകയും സക്സസ് ആവുകയും ചെയ്യുള്ളൂ. നെക്സ്റ്റ്, സോഷ്യൽ റെസ്പോൺസ്. Therefore entrepreneurship performs social response that protect welfare, benefit and economic gain
economic gain of the society. It also promotes the community standard by providing job and amenities. The social responsibility എന്ന് പറഞ്ഞ entrepreneur, therefore entrepreneurship perform social responsibility. ഒരു social responsibility perform ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു entrepreneur എന്ന് പറയുന്നത്, that protect welfare and benefit economic gains of the society. സൊസൈറ്റിയുടെ എക്കണോമിക് ഗെയിൻസും ബെനഫിറ്റും ഒക്കെ പ്രൊവൈഡ് ചെയ്തത് ആർക്കുണ്ട്? ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട്? ഓൺട്രപ്രണർക്ക് ഉണ്ട് അല്ലേ? നമ്മൾ വെൽഫെയർ ഓഫ് ദി സൊസൈറ്റിയും അതുപോലൊക്കെ ചെയ്തു കൊടുക്കണം. എന്നാൽ മാത്രമാണ് ഓൺട്രപ്രണർഷിപ്പ് എന്ത് ചെയ്യുള്ളൂ? സക്സസ് ആവുള്ളൂ. അല്ലെങ്കിൽ വി ഹാവ് സം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലേ? നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന സൊസൈറ്റി നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതേപോലെ ഓരോ ഓൺട്രപ്രണേഴ്സിനും എന്തുണ്ട്? ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നെക്സ്റ്റ് വൺ, experience sharing. And entrepreneurship may spread in society through publishing, sharing their success story. നമ്മൾ നമ്മുടെ സക്സസ് സ്റ്റോറീസ് ഒക്കെ എപ്പോഴും മൂടിക്കെട്ടി വെക്കുകയല്ല ചെയ്യുന്നത്, അത് സൊസൈറ്റിയിൽ ഷെയർ ചെയ്യണം. അപ്പോൾ മാത്രമാണ് പുതിയ പുതിയ യങ് ഓൺട്രപ്രണേഴ്സ് എന്ത് ചെയ്യുള്ളൂ? നമ്മുടെ മാർക്കറ്റിലോട്ട് അല്ല നമ്മുടെ സൊസൈറ്റിയിലോട്ട് കടന്നു വരുള്ളൂ. സോ എക്സ്പീരിയൻസ് ഷെയറിങ് ഈസ് വൺ ഓഫ് അനദർ ഫങ്ഷൻസ് ഓഫ് എ ഓൺട്രപ്രണർ അല്ലേ? നമുക്കറിയാം, അപ്പോൾ മാത്രമാണ് നമുക്കും അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു തോന്നലുള്ളൂ. Then managerial roles. An entrepreneurship performs several managerial roles to keep their venture functioning with success. നമുക്കറിയാം, നമ്മുടെ ഒരു ഓൺട്രപ്രണർഷിപ്പ് വളരെ സക്സസ് wants to some management role അല്ലെ? മാനേജീരിയൽ റോൾ ഉണ്ടായിരിക്കും. വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് മാനേജർ? പ്ലാനിങ്, ഓർഗനൈസിങ്, ലീഡിങ്, കൺട്രോളിങ്, എവറിത്തിങ്, ഡയറക്റ്റിംഗ് അല്ലെ? നമുക്ക് ആ ഒരു റോളും ഉണ്ടായിരിക്കും ഒരു ഓർഗനൈസർ ഓൺട്രപ്രണർ. Then next one, balance the economic development. Entrepreneurs make it possible to establish business venture in various parts of country in all various sectors of the industry. അപ്പോൾ നമ്മൾ ഓൺട്രപ്രണർഷിപ്പ് തുടങ്ങേണ്ടത് പല പാർട്ട് ഓഫ് കൺട്രീൻ്റെ പല പാർട്ടുകളിലാണ്. അല്ലാണ്ട് എല്ലാവരും പോയിട്ട് ഒരു ഭാഗത്ത് തന്നെ ബിസിനസ് തുടങ്ങി എന്താണ് സക്സസ് ആവും, പക്ഷെ എന്താണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ഭാഗത്ത് ഒരു ഇൻഡസ്ട്രി വരികയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും? എംപ്ലോയ്മെൻ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കുറേ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒക്കെ ഡെവലപ്പ് ആവും അല്ലേ? റോഡ് വരും. നമുക്കിപ്പോൾ കറണ്ട് ഇല്ലാത്ത ലോക്കൽ ഏരിയ ഒക്കെ ആണെങ്കിൽ അവിടെ കറണ്ട് വരും. അപ്പോൾ നമുക്ക് അവിടെയുള്ള കുറേ പേർക്ക് ജോലി കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ബാലൻസ്ഡ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലായിടത്തും ഇൻഡസ്ട്രീസൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. എന്നാൽ മാത്രമാണ് സക്സസ്സിലോട്ട് പോവുകയുള്ളൂ. ഓക്കെ. Then next one, planning. നിങ്ങൾക്കറിയാം, planning is the most important and first functions of a entrepreneur. Without planning we cannot success അല്ലേ? സക്സസ് വേണമെങ്കിൽ we wants to planning. Next one, taking initiative. We wants to take some initiative. Entrepreneur is a proactive that makes such a action which other cannot be perceived. മറ്റുള്ളവർ കാണാത്ത, പെർസീവ് ചെയ്യാത്ത ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കാനുള്ള അല്ലേ? ഐഡിയാസ് കണ്ടുപിടിക്കാനുള്ള എന്തുണ്ടായിരിക്കും? നമുക്കൊരു ഇനീഷ്യേറ്റീവ് ഉണ്ടായിരിക്കണം അല്ലേ? ഇനീഷ്യേറ്റീവ് ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പം നമുക്കൊരു ഇനീഷ്യേറ്റീവ് ഉണ്ടെങ്കിൽ മാത്രമാണ് സക്സസ്. സോ ഒരു ഓൺട്രപ്രണർക്ക് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്ന ആക്ടിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെ? ഒരു ഫങ്ഷനാണ്, അയാളുടെ ഒരു ഡ്യൂട്ടിയാണ് അല്ലേ? നമുക്ക് അങ്ങനെ ഒരു പവർ ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ സക്സസ് ആവുള്ളൂ. അപ്പോൾ ദീസ് ആർ ദി മെയിൻ ഫങ്ഷൻസ് ഓഫ് എ ഓൺട്രപ്രണേഴ്സ്. ഇനിയും നിങ്ങൾക്ക് ഏഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇനി ഒന്നും കിട്ടുന്നില്ലെങ്കിൽ പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് ഇതൊക്കെ വെച്ചിട്ട് എഴുതാം. ഡിസിഷൻ മേക്കിംഗ് അങ്ങനെയുള്ള പോയിന്റുകൾ വെച്ചിട്ടും ഇതിൽ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള പോയിന്റ്സ് തന്നെയാണ്. ഇങ്ങനെയുള്ള പോയിന്റ്സ് തന്നെ എഴുതിയാലും മതി ദി ഫങ്ഷൻസ് ഓഫ് എ ഓൺട്രപ്രണർ എന്നുള്ളത്. ഓക്കെ, വളരെ സിമ്പിളാണ് ഈ സബ്ജക്റ്റ്. അപ്പം നമ്മൾ നോട്ട് നിങ്ങൾ ഫോളോ നോക്കുക.